വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തി വിശ്വാസികൾ ഓശാന ഞായറിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കും. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാകും. ദേവാലയങ്ങളിലെല്ലാം ഓശാന പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, മനുഷ്യപുത്രന്റെ പാപങ്ങളെല്ലാം ഏറ്റുവാങ്ങാനായി ദൈവപുത്രൻ ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ആ ഒരു ഓർമ്മ പുതുക്കൽ ഓശാന പെരുന്നാളാണ്. എനിക്ക് തോന്നുന്നു പള്ളികളെല്ലാം അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ആരംഭിക്കാനിരിക്കുന്നു. നഗരപ്രദക്ഷിണം അടക്കമുള്ളവ ഇന്ന് നടക്കും എന്നതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ചടങ്ങുകളെല്ലാം മുന്നോട്ട് പോകുന്നത്? ഓശാന ഞായറാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഞായറാഴ്ച ആഘോഷിക്കുന്നത് തന്നെ യേശുദേവന്റെ ജെറുസലേം പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജെറുസലേം പ്രവേശനത്തെ എത്തിയ കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് എത്തിയ യേശുദേവനെ വിശ്വാസികൾ സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓശാന ഞായർ എന്ന് പറയുന്നത്. പ്രത്യേക കുരുത്തോലകളും ഒലിവിലകളും വിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ യേശുദേവനെ സ്വീകരിക്കുകയായിരുന്നു വിശ്വാസികൾ ചെയ്തത്. അതാണ് ഓശാന ഞായറായി ഓശാന എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതാണ് ഓശാന ഞായറായി ആഘോഷിക്കുകയും ചെയ്യുന്നത്. ഇതോടുകൂടി വിശുദ്ധ വാരാഘോഷത്തിനും തുടക്കമാവുകയാണ്. വിശുദ്ധ വാരാഘോഷം നമുക്കറിയാം, യേശുദേവന്റെ കുരിശുമരണം വരെയുള്ള വിശുദ്ധ വാരാഘോഷ പരിപാടികൾക്കാണ് ഇതോടുകൂടി തുടക്കമാവുകയും ചെയ്യുന്നത്. നമുക്കറിയാം, വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓശാന ഞായറിന്റെ ചടങ്ങുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലാണ് കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ കുരുത്തോല വാഴ്ത്തൽ നടത്തിയതിനു ശേഷം കുരുത്തോല പ്രദക്ഷിണം ഉൾപ്പെടെയുള്ളവയുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ കുരുത്തോല പ്രദക്ഷിണത്തിന് തുടക്കമാവുകയും ചെയ്യും. കുരുത്തോല വാഴ്ത്തൽ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത്. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവർ എന്ന ഓശാന പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജെറുസലേം പ്രവേശനത്തിൻ്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തി വിശ്വാസികൾ ഇന്ന് ഓശാന ഞായറിൻ്റെ തിരുകർമ്മങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാവുകയാണ്. പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും കഴിഞ്ഞ് കുരിശുമരണത്തിലേക്ക് യേശുക്രിസ്തു ദൈവപുത്രൻ നീങ്ങിയതിൻ്റെ ആ ഒരുക്കങ്ങളിലേക്കും ഓർമ്മകളിലേക്കുമൊക്കെ വിശ്വാസികൾ നീങ്ങുന്നു. കൊച്ചിയിലും വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ്. സാരംഗിലേക്കാണ്. സാരംഗ്, എങ്ങനെയാണ് കൊച്ചിയിൽ പള്ളികളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു? ഈ പറഞ്ഞതുപോലെ നഗരപ്രദക്ഷിണം അടക്കമുള്ളവ എപ്പോഴാണ്? സ്വപ്ന, തീർച്ചയായും കൊച്ചിയിലെ പള്ളികളിലൊക്കെ തന്നെ ഇതോടകം തന്നെ വിശ്വാസികൾ നിറഞ്ഞു കഴിഞ്ഞു. ഈ ശുശ്രൂഷകളൊക്കെ അതുപോലെ തന്നെ ചടങ്ങുകളൊക്കെ ഓരോ പള്ളികളിലും വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മഴ ഈ ഒരു സമയത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും വിശ്വാസികൾ ഒന്നടങ്കം ഈ ദേവാലയങ്ങളിലേക്ക്, കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറോ മലബാർ സഭ അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ എടപ്പള്ളിയിലെ മേരിക്യൂൻ പള്ളിയിലാണ് ഈ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടയിലാണ് ഇത്തരത്തിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വിശ്വാസികളാണ് ഇതിനോടകം തന്നെ പള്ളികളിൽ എത്തിയിട്ടുള്ളത്. പ്രധാനമായും യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മകൾ പുതുക്കി ക്രൈസ്തവർ ഇന്ന് ഓശാന വലിയ രീതിയിലാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളികളിൽ ഇതിന്റെ ഭാഗമായി തന്നെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ കുരുത്തോല പ്രദക്ഷിണവും നടക്കും. ഇപ്പോൾ നിലവിൽ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യ കാർമ്മികത്വമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ശുശ്രൂഷകൾ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓശാന ശുശ്രൂഷകൾ പൂർത്തിയായതിനോടെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും അതുപോലെ തന്നെ കുരിശുമരണത്തിന്റെയും ഒക്കെ ഒരു സ്മരണയിലേക്ക് ക്രൈസ്തവർ ഒന്നടങ്കം. അതുപോലെ തന്നെ ഈ പീഡാനുഭവത്തിന്റെ വാരത്തിലേക്കും യേശുക്രിസ്തു നേരിട്ട അല്ലെങ്കിൽ അനുഭവിച്ച പീഡനങ്ങളുടെയും യാതനകളുടെ ഒക്കെ ഒരു അനുഭവം പേർക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പീഡാനുഭവ വാരത്തിലേക്കും ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ ക്രൈസ്തവർ കടക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എന്തായാലും വിവിധ ദേവാലയങ്ങളിൽ ഇതിനോടകം ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു. ചടങ്ങുകളൊക്കെ വിപുലമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായിരിക്കുന്നു. ലോകമെങ്ങും ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തെ പള്ളികളിലെല്ലാം പ്രത്യേക തിരുകർമ്മങ്ങളടക്കം നടക്കുന്നു.